കണ്ഠരര് രാജീവർ ആശുപത്രിയിലാണ്. തിങ്കളാഴ്ചയാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടക്കേണ്ടിയിരുന്നത്. ആ കാര്യത്തിൽ ഒരു ചെറിയ അനിശ്ചിതത്വം ഇപ്പോഴുണ്ട്. കാരണം ആശുപത്രിയിൽ നിന്ന് എപ്പോഴായിരിക്കും ജയിലിലേക്ക് വീണ്ടും മാറ്റുക എന്നുള്ളത് അറിയില്ല. ഇനി ആശുപത്രിയിൽ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. മാത്രവുമല്ല SIT ഇനി ഏത് ഘട്ടത്തിലേക്ക് എന്നതാണ് അറിയേണ്ടത്. ഇനി ആരിലേക്കാണ് അന്വേഷണം പോകുന്നത് എന്നതുൾപ്പെടെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം ഉൾപ്പെടെ ഇതിലുണ്ട്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, രാഷ്ട്രീയമായിട്ട് തന്ത്രിയുടെ അറസ്റ്റിന്റെ ഒരു പ്രാധാന്യം, അത് ഇത്രയും ദിവസമുള്ള മറ്റ് അറസ്റ്റുകളെ ഇല്ലെങ്കിൽ അന്വേഷണത്തേക്ക് വെച്ച് എത്രത്തോളം മാറ്റം ഈ കേസുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കുന്നുണ്ട്? SITയുടെ നീക്കങ്ങൾ ഇനി എന്താണ്, ആരിലേക്കാണ്? തന്ത്രിയിൽ അന്വേഷണം അവസാനിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തന്ത്രിയല്ല, അതിനപ്പുറത്തേക്ക് മന്ത്രി കൂടി ഉണ്ട് എന്ന ആക്ഷേപം BJPയും അതുപോലെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ പറയുന്നത്, BJP കുറെ കൂടി കടന്നു പറയുന്നുണ്ട്. BJP പറയുന്നത് തന്ത്രി നിരപരാധിയാണ്, തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് മന്ത്രിയിലേക്ക് മറ്റു ഉന്നത നേതാക്കളിലേക്കൊന്നും അന്വേഷണം പോകാതിരിക്കുന്നതിന് വേണ്ടി, ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നാടകമാണ്, രാഷ്ട്രീയ നീക്കമാണ് ഇതെന്ന ആക്ഷേപമാണ് BJP ഉന്നയിക്കുന്നത്. മാത്രമല്ല BJPയുടെ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ വീട്ടിലെത്തി തന്നെ പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അല്പസമയം മുമ്പ് K. സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും അടക്കമുള്ള BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. CPM പക്ഷേ കുറെ കൂടി കരുതലോടുകൂടിയാണ് അതിനെ വിലയിരുത്തുന്നത്. അവർ പറയുന്നത് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. SIT കൃത്യമായ വഴിയിലൂടെ പോകുന്നു. ആരെയും ചോദ്യം ചെയ്യാം, ആരെയും കസ്റ്റഡിയിലെടുക്കാം, അന്വേഷണം കൃത്യമായി നടക്കട്ടെ എന്ന മുൻ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് CPM ഈ വിഷയത്തിൽ ചെയ്യുന്നത്. പക്ഷേ രാഷ്ട്രീയമായി CPMനെ സംബന്ധിച്ച് കുറെ കൂടി ആശ്വാസകരമാണ് തന്ത്രിയുടെ അറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും നാൾ CPM ഒരു സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. പത്മകുമാർ പറഞ്ഞ ആ ദൈവതുല്യനായ മനുഷ്യനാര് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ പ്രതിപക്ഷം തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അത് ദൈവതുല്യൻ കടകംപള്ളിയാണെന്നും അതല്ല അതിനപ്പുറത്തേക്ക് മുതിർന്ന നേതാക്കളുണ്ടെന്നും ഒക്കെയായിരുന്നു ആക്ഷേപം. പക്ഷേ ഇതിപ്പോൾ ദൈവത്തോടടുത്ത് നിൽക്കുന്ന ദൈവതുല്യനായ ആൾ തന്ത്രിയാണ് എന്ന് വന്നതോടുകൂടി അവിടെ CPMന് അതൊരു സേഫ് സോൺ അല്ലെങ്കിൽ ഒരു സേഫ് പ്ലേസ് എന്ന് പറയാം. ഈ അറസ്റ്റിനെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ കോൺഗ്രസും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞത് തന്ത്രി കുറ്റം ചെയ്തെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യട്ടെ, പക്ഷേ അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത് അന്വേഷണം, അതിനപ്പുറത്തേക്ക് പോകണം, തന്ത്രിയിൽ കൊണ്ട് നിൽക്കരുത്, അതിനപ്പുറത്തേക്ക് അതിനും മുകളിലേക്കുള്ള ആളുകൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇവിടെ ഇന്നിപ്പോ BJP രംഗത്ത് വന്ന് സുനിൽ പറഞ്ഞതുപോലെ ഇത് ശ്രദ്ധ തിരിക്കാനാണ്, ഇല്ലെങ്കിൽ മന്ത്രിയെ രക്ഷപ്പെടുത്താനാണ് എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് തന്ത്രിയുടെ വീട്ടിലെത്തുകയും പ്രസ് മീറ്റ് വിളിച്ച് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്ത്രിക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലെ ഒരു വാസ്തവം SITയുടെ ഭാഗത്തു നിന്ന് അത്രയധികം തെളിവുകളും കാര്യങ്ങളും ഇല്ലാതെ തന്ത്രിയെ പോലൊരാളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നീങ്ങണമെങ്കിൽ, ഇല്ലെങ്കിൽ നേരത്തെ തന്നെ കോടതി പറഞ്ഞതാണ് ദൈവതുല്യനായിട്ടുള്ള ഒരാളെന്ന് പത്മകുമാർ പറഞ്ഞതിന് ശേഷം വമ്പൻ സ്രാവുകൾ ഇനിയുമുണ്ട് കുടുങ്ങാനെന്ന് ഹൈക്കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പം ആ രീതിയിൽ തെളിവുകളില്ലാതെ ഇതിലേക്ക് നീങ്ങില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ടായിരിക്കുമോ ആ വിഷയത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ ഭരണപക്ഷത്തു നിന്നുള്ളവരും തന്ത്രിയുടെ അറസ്റ്റിൽ വലിയൊരു പ്രതികരണത്തിലേക്കോ കാര്യങ്ങളിലേക്കോ കടക്കാത്തത്? BJP ഇതുകൊണ്ട് ഇതിനെ എങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി പ്രയോഗിക്കാം എന്നാണ് ലക്ഷ്യം വെക്കുന്നത്? പത്മകുമാറിന്റെ മൊഴിയാണ് സത്യത്തിൽ തന്ത്രിയിലേക്ക് എത്തുന്നത്, തന്ത്രിയെ കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഗോവർദ്ധനും SITക്ക് നൽകിയ മൊഴിയിൽ വളരെ കൃത്യമായി തന്ത്രിയുടെ കണ്ഠരര് രാജീവരുടെ പങ്ക് കൃത്യമായി പറയുന്നുണ്ട്. താൻ ആദ്യമായി സ്വർണം വാങ്ങുന്നതിനായി ശബരിമലയിൽ എത്തുമ്പോൾ അന്ന് കണ്ഠരര് രാജീവരുടെ മുറിയിൽ നിന്നാണ് പോറ്റി പുറത്തേക്ക് ഇറങ്ങി വന്നതെന്നും അതിനുശേഷം കണ്ഠരരുടെ അന്നത്തെ തന്ത്രിയായിരുന്ന കണ്ഠരരുടെ കൂടി അനുവാദത്തോടു കൂടിയാണ് ഇത്തരം കച്ചവടം നടത്തുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു, മൊഴിയായി പറയുന്നു. അതിനൊപ്പമാണ് പത്മകുമാറിൻ്റെ മൊഴി വരുന്നത്. അതായത് പത്മകുമാർ നൽകിയ മൊഴി അനുസരിച്ചാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനുമതി ഇവരുടെ ഭാഗത്തു നിന്ന്, തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയത്. മാത്രമല്ല സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തേണ്ട സമയമായിട്ടും അത് തിരിച്ചെത്താതിരുന്നത് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല. പോറ്റിക്ക് അനുകൂലമായ ഒരു നിലപാട് പല ഘട്ടത്തിലും തന്ത്രി എടുത്തിരുന്നു എന്നാണ് മൊഴി. മാത്രമല്ല 2007 അവസാന കാലഘട്ടത്തിൽ എപ്പോഴാണ് ബാംഗ്ലൂരിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് പൂജാരിയായിരുന്ന പോറ്റി
ഇവിടെ ശബരിമലയിലേക്ക് എത്തുന്നത്. അവിടെ കണ്ഠരര് രാജീവിൻ്റെ സഹായിയായി കൂടുന്നു. അതിനുശേഷം പക്ഷേ പിന്നീട് ശബരിമലയിൽ ഒരു കീ റോളിലേക്ക്, ഒരു കീ പോസ്റ്റിലേക്ക് പോറ്റി വളരുന്ന കാഴ്ചയാണ് 10 വർഷം കൊണ്ട് കാണുന്നത്. 2018 ആകുമ്പോഴേക്കും, അതായത് 2007 വരുന്നു, ഒരു 10-11 വർഷം കഴിയുമ്പോഴേക്കും 2018 ആകുമ്പോഴേക്കും പോറ്റി അവിടെ നിന്ന് ഈ സഹായിയുടെ പണിയൊക്കെ ഉപേക്ഷിച്ചു. അതിനുശേഷം അവിടെ ഒരു ഇടനിലക്കാരൻ്റെ പ്രധാനമായും സ്പോൺസർഷിപ്പായിരുന്നു, സ്പോൺസറുടെ റോളിലേക്ക് വളരുന്ന പോറ്റിയാണ് 11 വർഷം കൊണ്ട് കാണുന്നത്. അതിനുശേഷം പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ശബരിമലയിലെ പല നിർണായകമായ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റായി പോറ്റി മാറുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും പോറ്റിയും ഈ തന്ത്രിയും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരം അക്കൗണ്ടുകളൊക്കെ SIT പരിശോധിച്ചിരുന്നു. എന്തായാലും ഗോവർദ്ധനന്റെയും ഒപ്പം പത്മകുമാറിന്റെയും ഒന്നും കേവലം മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു താന്ത്രിക തലത്തിലിരിക്കുന്ന തന്ത്രിയെ പോലെ കണ്ഠരര് രാജീവരെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമൊന്നും SITയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ SIT മൊഴികൾ വളരെ വിശദമായി പഠിച്ചു. അതിനുശേഷം പ്രാഥമികമായി കണ്ഠരര് രാജീവരെ നേരത്തെ ഒന്ന് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. ആ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ചില പരിശോധനകൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. SIT വളരെ വിശദമായ പരിശോധനകൾ നടത്തുമ്പോൾ പത്മകുമാറിൻ്റെയും ഗോവർദ്ധൻ്റെയും ഒക്കെ മൊഴിയിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് കണ്ടെത്തുന്നു. അതിന് പിന്നാലെ ശബരിമല ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നു. ആ ജീവനക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങളും മൊഴികളും ഒക്കെ ആ തന്ത്രിക്കെതിരായിരുന്നു. തന്ത്രിയും പോറ്റിയും തമ്മിൽ ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും മൊഴി ഉണ്ടാവുന്നത്.